അവർക്ക് വേണ്ടിയിട്ട് വി ഡിഡ് എ പൂജ. അത് ദേവസ്വം ബോർഡിലെ ആരോ സംബഡി ലീക്ക് ദാറ്റ് റെസീറ്റ് ടു ദ പ്രസ്. അത് ഇതൊക്കെ சொல்லണം. ഇറ്റ്സ് ഓൾ വെരി പേഴ്സണൽ അല്ലേ. ഇതേ രീതിയിൽ അദ്ദേഹം വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തിയ ദേവസ്വം കൗണ്ടറിലെത്തി പണം ഒടുക്കിയയാൾക്ക് രസീതിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല. ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാകാരന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. എന്നെ നോക്കി വിഷാദം നിറഞ്ഞ ഒരു ചിരിയോടെ മമ്മൂക്ക ചോദിച്ചു, പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദം, ഇന്ന് വന്നാൽ അത് മതസൗഹാർദ്ദം അല്ലേടാ. ഏതൊരു മലയാളിയെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്ന വാക്കുകൾ തന്നെയാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ന്യൂസ് ചാനൽ വീട്ടിലെത്തിയിട്ട് ന്യൂസ് ചാനൽ നോക്കിയ സമയത്തെ ന്യൂസ് 18 ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് രാഹുൽ ഈശ്വർ, ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ കുറച്ച് പേര്, പിന്നെ നാസർ ഫൈസൽ കൂടത്തായി, അങ്ങനെ മത പണ്ഡിതരും എല്ലാം കൂടി വെച്ചിട്ടൊരു ചർച്ച നടക്കുന്നു. വിഷയം മമ്മൂക്കിയും ലാലേട്ടനുമാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് 2-3 ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് തന്നെയാണ് വിഷയം. കാരണം കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയ കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഞാനതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിരുന്നു. മമ്മൂക്കയുടെ രോഗം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ. ഇപ്പോഴും കൺഫേംഡ് ആയിട്ട് ആരും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് എന്താണ് അസുഖം എന്നുള്ള മമ്മൂക്കയുടെ സോഴ്സസിൽ നിന്ന് ഒന്നും എന്താണ് കറക്റ്റ് അസുഖം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും റൂമേഴ്സ് ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. നമ്മളും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും നമ്മളും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ക്ലിപ്പ്. ലാലേട്ടൻ പമ്പയിൽ നിന്ന് കെട്ട് നിറച്ചിട്ട് ശബരിമല പോയി തൊഴുതു വന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പുള്ളി ഒരു വഴിപാടും കഴിച്ചു. ആ വഴിപാടിൻ്റെ റെസീറ്റ് പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. ന്യൂസ് ചാനൽസൊക്കെ ഏറ്റെടുത്തു. ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നു വരും ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയ 1-2 കാര്യങ്ങൾ ഒരു കൂട്ടി പറയാനുണ്ട്. നമ്മൾ ഒരുപാട് മാറിക്കഴിഞ്ഞു അല്ലേ. നമ്മുടെ സമൂഹം ഒരുപാട് മാറിക്കഴിഞ്ഞു, ചിന്തകൾ ഒരുപാട് മാറിക്കഴിഞ്ഞു, ചർച്ചകൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചത് നിങ്ങൾ കണ്ടോ. അതായത് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് മമ്മൂക്കയും തമ്മിൽ പണ്ടുണ്ട്. 6 വർഷം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. 6 വർഷം മുന്നേ മമ്മൂക്ക ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. അത് 6 വർഷം മുന്നത്തെ കേസാണ്. അന്ന് തന്നെ മമ്മൂക്ക ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സുഹൃത്തുക്കൾക്ക് തമ്മിൽ രണ്ട് സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ നമ്മുടെ സ്വന്തം വിശ്വാസപ്രകാരം അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക, നോമ്പ് നോൽക്കുക, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക അല്ലേ. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിടയിലൊക്കെ കുറേ കാലങ്ങളായിട്ട് മനുഷ്യർക്കിടയിൽ മലയാളികൾക്കിടയിൽ നടന്നു പോകുന്ന സംഭവം. പക്ഷെ ഇന്ന് അത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവർ സിമ്പിളായിട്ട് പോകുന്ന സംഗതി ഇപ്പം അത് മതസൗഹാർദ്ദമാക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ അത് വർഗീയതയായിട്ട് വരുന്നു. പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് അബ്ദുള്ളയുടെ ഒരു വോയിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ പോസ്റ്റും ഉണ്ട്. അതിൽ പറയുന്നത് മമ്മൂക്ക തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഞാൻ ഫസ്റ്റ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. കാരണം മമ്മൂക്കയുടെ ലാലേട്ടൻ ശബരിമല പോയ കാര്യം സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്താണ് ഇതിനെക്കുറിച്ച് 6 വർഷം മുന്നേ മമ്മൂക്ക ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ടുള്ള കോൺവെർസേഷനിൽ പറഞ്ഞ് എന്നുള്ള കാര്യം ജസ്റ്റ് ഞാനിവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ. കേരളത്തിലെ സമകാലീന അവസ്ഥയെക്കുറിച്ചും മലയാളികൾക്കിടയിൽ തമ്മിൽ ഉയർന്നു വരുന്ന സ്പർദ്ധയെക്കുറിച്ചും ഉള്ളുലയ്ക്കുന്ന വാക്കുകളിൽ എഴുത്തുകാരനും നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയുമായുള്ള സംഭാഷണമാണ് കുറിപ്പിന്റെ രൂപത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പങ്കുവയ്ക്കുന്നത്. ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഇങ്ങനെ: വൈപ്പിൻ ദ്വീപിലെ എടവനക്കാട്ട് കായൽക്കരയിലായിരുന്നു ഇന്നലെ എനിക്ക് ജോലി. മമ്മൂട്ടിയാണ് നായകൻ. ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ മറ്റുള്ളവരുമായി തമാശ പറഞ്ഞിരുന്ന അദ്ദേഹം ഇടയ്ക്ക് നിശബ്ദനായി, ചിന്താമഗ്നനായി എന്നെ അരികിലേക്ക് വിളിച്ചു. ശബ്ദം അമർത്തി എന്നോട് ചോദിച്ചു, സോഷ്യൽ കണ്ടീഷൻ വളരെ മോശമാണ് അല്ലേടാ? അതെ, ഞാൻ ഭാരപ്പെട്ട് പറഞ്ഞു. ഞങ്ങളപ്പോൾ മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളായി. കനത്ത ഒരു മൂളലോടെ മമ്മൂക്ക കായൽ പരപ്പിലേക്ക് നോക്കി. ഒറ്റ മേഘവുമില്ലാത്ത നീലാകാശത്തിന് കീഴിൽ കത്തിക്കാളുന്ന ഉച്ചവെയിലിൽ വിഷനീലമായി വെട്ടിത്തിളങ്ങുന്ന കായൽ പരപ്പ്. എന്നെ നോക്കി വിഷാദം നിറഞ്ഞ ഒരു ചിരിയോടെ മമ്മൂക്ക ചോദിച്ചു, പണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദം, ഇന്ന് വന്നാൽ അത് മതസൗഹാർദ്ദം അല്ലേടാ. ഏതൊരു മലയാളിയെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്ന വാക്കുകൾ തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വായനക്കാർക്കായി പങ്കുവയ്ക്കുന്നത്. യെസ്, ഇത് 6 വർഷം മുന്നേ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 6 വർഷം മുന്നേ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അന്ന് തന്നെ മമ്മൂക്ക ചർച്ച ചെയ്തിരുന്നു. മമ്മൂക്ക അല്ല, ഒരു വ്യക്തി ചർച്ച ചെയ്തിരുന്നു.
ഇന്ന് അതിനേക്കാളും വളരെ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുള്ള ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ. ഗൾഫിലുണ്ടായ സമയത്ത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തി. പുള്ളി മുസ്ലിമാണ്, മുസ്ലിം ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ സൂക്കട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അവരെ പള്ളിയിൽ, നാട്ടിലിവിടെ അവരുടെ പള്ളിയിൽ വഴിപാടല്ല പള്ളിയിൽ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ അതുപോലെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നാളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതെന്താ വെച്ചാൽ സുഹൃത്തുക്കൾ തമ്മിൽ ആ രക്തബന്ധമാവണമെന്നില്ല അല്ലേ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരായിട്ട്, അല്ല സുഹൃത്തുക്കൾ തമ്മിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസപ്രകാരം അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ അല്ലേ? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് സുഖമില്ല, ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു അല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിലൊക്കെ ഇപ്പോൾ മറ്റുള്ള പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അബ്ദുള്ളയുടെ ആ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. മമ്മൂക്ക പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്, ഏകദൈവ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പല മതങ്ങളും പല വിശ്വാസങ്ങളാണ്. പക്ഷേ ഇത്രയൊക്കെ ചർച്ചയും മാനദണ്ഡവും ഇതിന് കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ ആ ഒരൊറ്റ കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുള്ളയുടെ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എന്താണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ. മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ എന്താണ് മമ്മൂക്കാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് അബ്ദുള്ള ഏതെങ്കിലും പോസ്റ്റ് പുള്ളി മുക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിവരമില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക, വിവരം കൂടിയിട്ടുള്ള പ്രശ്നമാണോ അറിയില്ല. ഇങ്ങനെയൊക്കെ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്ത് നിന്ന് ആലോചിക്കണം അല്ലേ. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് അത്രയും മമ്മൂക്കാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ മനുഷ്യൻ്റെ രോഗവിവരം എന്താണ്, ആളുടെ എന്താണെന്നുള്ളത് പരിപൂർണമായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും, ഇപ്പം മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും പുള്ളിക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും മമ്മൂക്കാനെ കാണാനും കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് എല്ലാ ടൈപ്പ് മതവിശ്വാസികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു വേർതിരിവ് ആവശ്യമുണ്ടോ? വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിലത് ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. യെസ്, അപ്പോൾ ഇതാണ് സ്ഥിതി. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം അനാവശ്യമായിട്ടുള്ളൊരു ചർച്ചയാണത്. വളരെ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, അനാവശ്യമായിട്ടുള്ള ചർച്ച മാത്രമാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് തമിഴ്നാട്ടിൽ ഒരു എമ്പുരാൻ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് മമ്മൂക്കാരോട് അവിടുത്തെ ഒരു വ്യക്തി 2 പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. മമ്മൂക്കാരോടല്ല ലാലേട്ടനോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് മമ്മൂക്കാൻ്റെ ഇങ്ങനെ ഈ വഴിപാടിനെ കുറിച്ച്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വഴിപാടിൻ്റെ രസീതി പല മാധ്യമങ്ങളിലും വന്നു. ഞാൻ ആ ഒരു ക്ലിപ്പിലേക്കും പോകാം. കാരണം എന്ന് വെച്ചാൽ അത് ലാലേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ എന്തായാലും ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അത് കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് ദേവസ്വം ബോർഡിൻ്റെ മറുപടിയും എന്താണ് അത് നമുക്ക് മനസ്സിലാവുന്നുള്ളതെന്ന് നോക്കാം. மோகன்லால் சார் இங்கே இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்கள் பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பற்றி ஏதாவது சொல்லுங்களேன். இதுக்கு சொல்லணும். ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് we did a പൂജ. അത് ദേവസ്വം ബോർഡിൽ யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் അല്ലേ. உங்களுக்காக ഒരാൾ ഒരു പ്രേ பண்ணுறது why should you tell? இல்லை, நிறைய பேர் பாருங்க, ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேறு ஏதாவது பேசிகிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா. ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம். കറക്റ്റ്. ഇറ്റ്സ് നത്തിങ് റോങ്. വെരി സിമ്പിൾ. ഇറ്റ്സ് നത്തിങ് റോങ് എന്നല്ല, ഇറ്റ്സ് ഓൾവേസ് കറക്റ്റ്.
എൻ്റെ ഒരു വേർഷൻ അതാണ്. അതിലൊരു തെറ്റുമില്ല, അത് ശരിയാണ്. ലാലേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ലാലേട്ടൻ ചെയ്തതാണ് ശരി. കാരണം ഒരു ബ്രദറാണ്, ഒരു ഏട്ടനെ പോലെയാണ്, ഇക്കാനെ പോലെ ഇച്ചാക്ക അല്ലേ, അതിനല്ലേ വിളിക്കുക ഇക്ക അല്ലേ, ഒരു ഏട്ടൻ്റെ പോലെ കണ്ടിട്ടുള്ള വ്യക്തിക്ക് എന്താ ചെയ്തുകൂടെ? രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടി. உங்களை பார்த்தால் ஒரு சபரிமலை சாமி மாதிரி இருக்கு. தேங்க்யூ சார். சார் அதே கேள்வியோட கண்டினியூஸ். மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலையும் நிறைய நாங்கள் வந்து கொண்டாடுறோம், இது பண்ணுறோம். மம்முட்டி சாரோட ஹெல்த் பற்றி நிறைய கான்ட்ரவர்சி, நிறைய வந்து இதாகிட்டு இருக்கு. நீங்கள் ஒரு ஃப்ரெண்டாக இருக்கீங்க, உண்மையிலே அவர் எப்படி இருக்காரு, உங்கள்கிட்ட பேசினாரா? ஹீஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். நத்திங் டு வரி. ஓகே, താങ്ക് യു. മമ്മൂക്ക ഒരുപാട് വർഷങ്ങളായി നമ്മളെ എൻ്റർടൈൻ ചെയ്തു. നമ്മുടെ സത്യം പറഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂക്ക, ലാലേട്ടൻ ഇതുപോലുള്ള ലെജൻസിലെ. ഒരു അസുഖം വന്നിട്ട് പോലും അതിനെ വെറുതെ വിടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഇനി ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടി, ഒരു മിനിറ്റ്, ഇനി ദേവസ്വം ബോർഡിൻ്റെ ഒരു അവരുടെ വിശദീകരണം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് ചെയ്തതെന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് പറയുന്നത് നോക്കാം. ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. നടൻ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പരാമർശിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മൂലമുണ്ടായ പ്രസ്താവനയാണ്. മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയ വേളയിൽ നടൻ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട്, അതിന്റെ രസീത് ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത്. ഒരു വഴിപാട് ഒടുക്കുമ്പോൾ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും. ഇതേ രീതിയിൽ അദ്ദേഹം വഴിപാട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്ലിപ്പ്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നിട്ടുള്ള ആ ഒരു രസീതിന്റെ സംഭവം ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്തെ പോർഷനല്ല, ഇത് കൗണ്ടർ ഫോയിലാണ്. എനിക്ക് മനസ്സിലാവുന്നത് അമ്പലത്തിലെ കൗണ്ടർ ഫോയിലാണത്, അതായത് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ആയിക്കോട്ടെ, ഇതിപ്പോൾ ഇവർ പറയുന്നത് ദേവസ്വം ബോർഡ് ഡിനൈ ചെയ്യാണ്. ഇനിയിപ്പോൾ ഡിനൈ ചെയ്യേണ്ട കാര്യമില്ല, ഇനി അത് സത്യമാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഇനിയിപ്പോൾ കൗണ്ടർ ഫോയിൽ പുറത്ത് വിട്ടു, ആരെങ്കിലും പുറത്ത് വിട്ടു എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഇതിലെന്ത് പഴിച്ചു, മമ്മൂക്ക ഇതിലെന്ത് പഴിച്ചു? പ്രാർത്ഥിച്ചതാണോ കുറ്റമായത്? ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാട്, അവരുടെ വിശ്വാസപ്രകാരം വഴിപാട് കഴിച്ചതാണോ തെറ്റായത്? ഇതൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത്. ഭയങ്കര ഘോര ചർച്ചയാണ് നടക്കുന്നത് ന്യൂസ് 18-ൽ. കാരണം ഇവിടെ രണ്ട് സുഹൃത്തുക്കളാണ്, രണ്ട് സഹോദരങ്ങളാണ്, അവർ വ്യത്യസ്ത മതങ്ങളിലായിപ്പോയി. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കൊണ്ടാണ് ഒരാൾക്ക് അസുഖം വന്ന സമയത്ത് ആ മല ചവിട്ടിയിട്ട് അയാൾ അവിടെ പോയി ചെന്നിട്ട് നമ്മുടെ ഇഷ്ടദേവനോട്, നമ്മൾ ആരോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനസ്സിലുള്ളത് വെച്ചാൽ അവരോട് പ്രാർത്ഥിക്കുന്ന ആയുസ്സിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. യാതൊരു തെറ്റുമില്ല, യാതൊരു തെറ്റുമില്ല. അതിലൊന്നൊരു ചർച്ചയാക്കി എടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം വെച്ചാൽ ഇതിന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ തന്നെയാണ്, ഇന്ന് ന്യൂസ് നിർത്തി നോക്കിയ സമയത്ത് ചർച്ചയാണ് നടക്കുന്നത്. എന്തൊക്കെ ഓരോരുത്തർ പറയുന്നത്, ഏതൊക്കെ ലെവലിലേക്കാണ് ഈ മാധ്യമങ്ങൾ ഈ ആങ്കേഴ്സൊക്കെ തീർത്ത് കൊണ്ടുപോകുന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ നിങ്ങൾക്കതിൽ എതിർ അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സംഭവം അത്രയേ ഉള്ളൂ. നമ്മളും പ്രാർത്ഥിക്കുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മെസ്സിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്ന മലയാളികളുടെ നാട് അല്ലേ, മെസ്സി എന്ന് പറഞ്ഞിട്ട് വഴിപാട് കഴിക്കുന്ന സിറ്റുവേഷൻ ഞാൻ കൂട്ടിക്കുഴയ്ക്കല്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ നടക്കുന്ന നമ്മൾ മലയാളികൾ അങ്ങനെയാണ് അല്ലേ, അങ്ങനെ ആയിരുന്നു നമ്മളുടെ ഇടയിലേക്ക് എന്തിനാ ഇതുപോലത്തെ അനാവശ്യ കാര്യങ്ങളൊക്കെ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.